ബന്ധിച്ചിരിക്കുകയാണ്. ഇന്നാ ജഅൽനാ നമ്മളാക്കി ഫി ആനാഖിഹിം അവരുടെ പിടടികളുടെ മേൽ, കഴുത്തുകളുടെ മേൽ അഗ്ലാലൻ ചങ്ങലകളെ, ഫഹിയ ഇലൽ അദ്ഖാൻ അത് ഈ താടി വരെ നീണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ചങ്ങല. അപ്പോൾ അയാൾക്ക് താരാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താ? ഇവന് കുനിയാനും പറ്റത്തില്ല, നിവരാനും പറ്റത്തില്ല, തിരിയാനും പറ്റത്തില്ല. ഇത് ഇവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. കാരണം അവൻ്റെ ധിക്കാര സ്വഭാവം, അവൻ്റെ അഹങ്കാര സ്വഭാവം നന്മകളെപ്പറ്റി അവന് ബോധ്യപ്പെടുത്തില്ല. ഞാൻ ചെയ്യണത് തന്നെ ശരി, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പാണ് എന്നൊരു സ്വഭാവത്തിലേക്ക് അവൻ്റെ സ്വഭാവം മാറും. അതായത് അബൂജഹൽ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ മതത്തിലാണ് നമ്മളുള്ളത്, മുഹമ്മദ് നബി കൊണ്ടുവന്ന മതം നമ്മളെന്തിനാ സ്വീകരിക്കണത്? നമ്മുടെ മുൻഗാമികളായ പിതാക്കന്മാർ പഠിപ്പിച്ചത് വിഗ്രഹത്തെ ആരാധിക്കാനാണ്, കള്ളുകുടിക്കാനാണ്, വ്യഭിചരിക്കാനാണ്, എല്ലാ തോന്നിവാസങ്ങളും ചെയ്യാനാണ്. നമ്മുടെ പിതാക്കന്മാർ കൊണ്ടുവന്ന, അവർ ജീവിച്ചിരുന്ന ആദർശത്തെ വലിച്ചെറിഞ്ഞിട്ട് മുഹമ്മദ് നബിയുടെ ആദർശത്തെ എന്തിനു സ്വീകരിക്കണം എന്ന് അബൂജഹൽ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഹൃദയമായി പോകും. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, സൂറത്തുൽ ജാസിയയാണ്. തൻ്റെ ഇച്ഛകളെ, തൻ്റെ ആഗ്രഹങ്ങളെ ദൈവമാക്കിയവനെ നിങ്ങൾ കണ്ടോ? തൻ്റെ ആഗ്രഹങ്ങളെ. അതായത് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിൽ നിന്നൊക്കെ പുറത്തു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാമിൽ നിന്ന് ഒരുത്തം പുറത്തു പോയാൽ എന്താ? അവന് പിന്നെ എന്തെങ്കിലുമൊക്കെ, അവന് കള്ളു കുടിക്കാൻ പാടില്ല എന്നുണ്ടോ, വ്യഭിചരിക്കാൻ പാടില്ല എന്നുണ്ടോ, പലിശ മേടിക്കാൻ പാടില്ല എന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ തോന്നിവാസങ്ങൾ കാണിക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെ ഒരു പാടില്ലായോ അവനില്ല. അവൻ എന്തും ആകാം, നൂല് പൊട്ടിയ പട്ടം പോലെ അവൻ എന്തും ചെയ്യാം. പലിശ മേടിക്കാം, കള്ളു കുടിക്കാം, എല്ലാം ചെയ്യാം. അവൻ ആരും പറയുന്നില്ല അത് ചെയ്യല്ലേ, അത് വേണ്ടാധീനമാണേ എന്ന് പറയാൻ ആരുമില്ല. അപ്പോൾ അവൻ്റെ സ്വഭാവം അത്തരത്തിലുള്ള സ്വഭാവമായിട്ട് മാറും. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്ക്, നിങ്ങൾ അറിയണം, അണുമണി തൂക്കമെങ്കിലും ഒരുത്തൻ്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ അവൻ ഒരിക്കലും എവിടെ കിടക്കുകയില്ല? സ്വർഗത്തിൽ കിടക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. വളരെ സീരിയസ് ആണ്. കാരണം അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഒരുത്തൻ ധിക്കരിക്കുന്നത് അവൻ്റെ അഹങ്കാരം കൊണ്ടാണ്. അഹങ്കാരം ഒരുത്തൻ്റെ കൽബിൽ ഒരല്പമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അഹങ്കരിക്കാൻ ഇവിടെ എന്താ ഉള്ളത്? നമ്മൾ മനുഷ്യന്മാർ ഒരു 12 മണിക്കൂർ കൂടുതൽ ഉണർന്നിരിക്കാൻ പറ്റുമോ? 24 മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കും. എന്നാൽ നമ്മൾ ഉറങ്ങൂലേ? ഉറങ്ങി എണീക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിക്കാം? നമുക്ക് ഉറങ്ങാതിരിക്കാനും പറ്റുമോ? മനുഷ്യൻ വളരെ ദുർബലനാണ്. ഒരു 12 മണിക്കൂർ മാക്സിമം, അല്ലെങ്കിൽ 24 മണിക്കൂർ ഒരുത്തന് ഉണർന്നിരുന്നു എന്ന് വെച്ചോ. ഈ ഉണർന്നിരുന്ന മനുഷ്യൻ പിന്നെ അവൻ ഉറങ്ങണം. ഈ ഉറങ്ങി എണീക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിക്കാം? ചിലപ്പോൾ അവൻ്റെ ഭാര്യ മരിച്ചു പോകാം, ചിലപ്പോൾ അവൻ്റെ മക്കൾ മരിച്ചു പോകാം, ചിലപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി അവൻ തന്നെ മരിച്ചു പോകാം. മനുഷ്യൻ വളരെ ദുർബലനാണ്. മനുഷ്യന് ഒന്നും കഴിയില്ല, അവൻ ഉറങ്ങാതിരിക്കാൻ പോലും കഴിയില്ല. മനുഷ്യന് അപ്പോൾ അത്രയും ദുർബലതയുള്ള മനുഷ്യൻ എന്തിനാണ് അഹങ്കരിക്കുന്നത്? അതാണ് ഹദീസ് പറയുന്നത്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. അഹങ്കാരത്തിന്റെ അണുമണി തൂക്കമെങ്കിലും ഹൃദയത്തിലുള്ളവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതാണ് 9-ാമത്തെ ആയത്ത്.